to GE1 class 5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മോർ സർക്കിൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആൻഡ് സ്ട്രെസ്സസ് എന്നുള്ള പാർട്ടിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ സെക്കൻഡ് പാർട്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് മെയിനായിട്ട് മോർ സർക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ചാപ്റ്റർ 5.1 പാർട്ട് 2 മോർ സർക്കിൾ. ഓക്കെ, ഇപ്പം അതിൽ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ ഫണ്ടമെൻറ്റൽസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പ്രിൻസിപ്പൽ പ്ലെയിൻസ്, പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എല്ലാം നമ്മൾ പറഞ്ഞു. നമ്മൾ മെയിനായിട്ടും പറയാൻ പോകുന്നത് മോർ സർക്കിൾ എങ്ങനെയാണ് വരക്കുന്നതെന്നും അതിൻ്റെ മോർ കുളം ഫെയിലിയർ ക്രൈറ്റീരിയൻ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷിയർ പാരാമീറ്റേഴ്സ് ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ലൈഡിലായിരുന്നു. ഓക്കെ, അതായത് മോർ സർക്കിൾ എന്താണെന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഞാൻ അന്ന് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒബ്ലിക് പ്ലെയിനിലുള്ള സ്ട്രെസ്സസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻസ് ഒക്കെ നമ്മളൊന്ന് യൂസ് ചെയ്തിരുന്നു. അത് ജസ്റ്റ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സോയിലിൻ്റെ ഫുൾ സ്ട്രെസ്ഡ് കണ്ടീഷനെയും നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ മോർ സർക്കിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിൽ നോർമൽ സ്ട്രെസ്സും വെർട്ടിക്കൽ ആക്സിസിൽ ഷിയർ സ്ട്രെസ്സും വെച്ചിട്ട് വരക്കുന്നതാണ് മോർ സർക്കിൾ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളിത് ആക്ച്വലി ഒരു സോയിലിൻ്റെ സ്ട്രെസ് കണ്ടീഷനെ നമ്മളിങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് മോർ സർക്കിൾ വരക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. കാരണം ഇതിന് ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലത്തിനൊക്കെ ചാൻസസ് ഉണ്ട്. മെയിനായിട്ട് എൻട്രൻസ് ലെവൽ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ സിമ്പിളായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. അതായത് ഇങ്ങനൊരു ഫിഗർ തന്നിട്ട് ഇതിൽ ചില വാല്യൂസ് എല്ലാം ഗ്രാഫായിരിക്കുമല്ലോ. സോ ഇതിൽ ചില വാല്യൂസ് എല്ലാം തന്നിട്ട് നിങ്ങളോട് ഇതിൽ നിന്നും നോർമൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീറ്റ ആംഗിൾ ഇൻക്ലിനേഷനുള്ള ഒബ്ലിക് പ്ലെയിനിലെ സ്ട്രെസ്സൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചാൽ ആ വലിയൊരു ഇക്വേഷനൊന്നും യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഗ്രാഫിൽ നിന്നും വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കി എടുത്താൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പം വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. സോ നമ്മൾ മോർ സർക്കിൾ എങ്ങനെ വരക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മളുടെ XY ആക്സിസ് വരക്കണം. സോ O ഒറിജിനാണ്, നമ്മളുടെ O ഒറിജിൻ സ്റ്റാർട്ടിങ് ഒറിജിനാണ്. ദെൻ എന്താണ് X ആക്സിസ്, അതായത് ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ നോർമൽ സ്ട്രെസ്സാണ് കാണിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് Y ആക്സിസിൽ നമ്മൾ ഷിയർ സ്ട്രെസ്സും കാണിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മോർ സർക്കിൾ ഒരു സോയിലിൻ്റെ സ്ട്രെസ്ഡ് കണ്ടീഷനെ മോർ സർക്കിൾ ആക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ നോൺ ആയിട്ടുള്ളതായിരിക്കണം അവിടുത്തെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഡയമെൻഷനിലാണ് നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. സോ 3 സ്ട്രെസ്സസ് എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ട. ഇൻ്റർമീഡിയറ്റ് സ്ട്രെസ് നമ്മൾ അത്ര തന്നെ ശ്രദ്ധിക്കാറില്ല. 2 ഡയമെൻഷനിൽ പറയുമ്പോൾ നമ്മൾ മേജർ സ്ട്രെസ്സും മൈനർ സ്ട്രെസ്സും മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഈ മേജർ സ്ട്രെസ്സും മൈനർ സ്ട്രെസ്സും അതായത് σ1 ആൻഡ് σ3 ഷുഡ് ബി നോൺ. ഓക്കെ, ഇപ്പോൾ ഒരു മോർ സർക്കിൾ വരക്കണമെന്നുണ്ടെങ്കിൽ σ1ഉം σ3യും നോൺ ആയിരിക്കണം. അതുപോലെ തന്നെ ഏതൊരു പ്ലെയിനിലെ സ്ട്രെസ്സാണോ കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ പ്ലെയിനിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ, ഈ 3 കാര്യങ്ങളും നോൺ ആയാൽ മാത്രമേ നമുക്ക് മോർ സർക്കിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, X ആക്സിസിലാണ് നമ്മളുടെ നോർമൽ സ്ട്രെസ്സ്. സോ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ മേജർ സ്ട്രെസ്സ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സ് σ1 എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മളുടെ ഗ്രാഫിൽ എന്ത് ചെയ്യുന്നു, X ആക്സിസിൽ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, σ3നെ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം σ1 വിൽ ബി മോർ ദാൻ σ3 അല്ലേ. അപ്പം σ3 കുറച്ചും കൂടി ഈ സൈഡിലേക്ക് വരും, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരും അല്ലേ. സോ ആ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് σ3യും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പോയിന്റ്സ് കിട്ടിയത് X ആക്സിസിൽ σ1 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, σ3യും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ σ1ൻ്റെയും σ3ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിൽ മെഷർ ചെയ്തിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് കണക്കാക്കാമല്ലോ. സോ അതിൻ്റെ മിഡ് പോയിന്റിന് നമ്മൾ C എന്ന് കാണിക്കണം. ഇതാണ് നമ്മുടെ മോർ സെൻറ്റർ. ഇതിൻ്റെ സ്ലൈഡിൽ ഏറ്റവും മേലെ നോക്കുക, സി ഈസ് കോൾഡ് മോർ സെൻറ്റർ. ഓക്കെ, ഈ ഒരു C ആണ് അതിൻ്റെ മോർ സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് എന്താണ്, σ1 σ3 അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ലെങ്ത്തിൻ്റെ മിഡ് പോയിന്റിൽ നമ്മൾ C എന്ന് കാണിക്കുന്നു. ഇനി ഈ Cനെ സെൻറ്റർ ആക്കിയിട്ട് σ1യിലൂടെയും σ3യിലൂടെയും ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ അങ്ങ് വരക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ മോർ സർക്കിൾ. ക്ലിയർ? C സെൻറ്റർ ആക്കിയിട്ട് σ1 σ3 റേഡിയസ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു സർക്കിൾ ആക്കണം. അപ്പോൾ σ1 σ3 എന്നുള്ള കംപ്ലീറ്റ് ഡിസ്റ്റൻസ് എന്താണ്, മോർ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും അല്ലേ. C തൊട്ട് σ1 വരെ അല്ലെങ്കിൽ C തൊട്ട് σ3 വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, മോർ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ മോർ സർക്കിൾ. ഇനി പറയാൻ പോകുന്ന പോയിന്റ് വളരെ ശ്രദ്ധിക്കണം.
ഇനി ഈ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഓരോ പോയിൻറ്റ്സ് അല്ലേ, സർക്കിളിൻ്റെ ചുറ്റിനുള്ള സർക്കിളിൻ്റെ ഓരോ ലോക്കസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഓരോ പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിസിൽ ഒരു പോയിൻറ്റും വൈ ആക്സിസിൽ ഒരു പോയിൻറ്റും കിട്ടുമല്ലോ. അത് ഓരോ സ്ട്രെസ് ആയിരിക്കും, ഓരോ സ്ട്രെസ് കോമ്പിനേഷൻ ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഒബ്ലിക് പ്ലെയിനിലുള്ള സ്ട്രെസ്സസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം തീറ്റ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ നമ്മളുടെ അടുത്ത് അറിയാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിന് ഡബിൾ ആക്കുന്നു. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഫിഗർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ഒബ്ലിക് പ്ലെയിനിൻ്റെ നമ്മൾ ഫിഗർ കാണിച്ചപ്പം, റെക്റ്റാങ്കുലർ ഫിഗർ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ തീറ്റ കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഹൊറിസോണ്ടൽ ആക്സിസ് എന്താണ്? നോർമൽ സ്ട്രെസ്സിൻ്റെ എക്സ് ആക്സിസ് ആണ് ഇവിടുത്തെ ഹൊറിസോണ്ടൽ ആക്സിസ്. അവിടെ നിന്നും തീറ്റനെ നമ്മൾ കൺസിഡർ ചെയ്യണം. പക്ഷേ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കും. മോർ സർക്കിളിലേക്ക് വരുമ്പോൾ അത് ജസ്റ്റ് ഡബിൾ ചെയ്യണം. ഓക്കെ, ശ്രദ്ധിക്കുക, ഡബിൾ ചെയ്തിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മളുടെ ഒരു 30 ഡിഗ്രി ഒബ്ലിക് പ്ലെയിനിലാണ് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സർക്കിൾ വരച്ചതിന് ശേഷം 60 ഡിഗ്രീസിലുള്ള പ്ലെയിനാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതായത് ജസ്റ്റ് ഡബിൾ ചെയ്യാം. അപ്പോൾ തീറ്റ നമുക്കറിയാം, അതിനെ 2 തീറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൈൻ വരക്കുക, സിയിലൂടെ ഒരു പ്ലെയിൻ വരക്കുക. അപ്പം ഇതാണ് നമ്മുടെ തീറ്റ ആംഗിളിലുള്ള പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, തീറ്റ ആംഗിളിലുള്ള പ്ലെയിനിനെ നമ്മൾ മോർ സർക്കിളിലേക്ക് കണക്കാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഡബിൾ ചെയ്യണം അല്ലേ. 2 തീറ്റ സെൻട്രലിൽ നിന്നും 2 തീറ്റ ആംഗിൾ എടുത്തിട്ടാണ് പ്ലെയിൻ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു പ്ലെയിന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ. ഓക്കെ, ഇതാണ് നമ്മളുടെ പി എന്നുള്ള പോയിന്റ്. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒബ്ലിക് പ്ലെയിനിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റാണ്. ലെറ്റ് ഇറ്റ് ബി പി. അപ്പോൾ നമുക്ക് എന്തറിയാം? ആ പി എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിസിലും ഒരു വാല്യൂ ഉണ്ടായിരിക്കും, വൈ ആക്സിസിലും ഒരു വാല്യൂ ഉണ്ടായിരിക്കും അല്ലേ. ആ 2 വാല്യൂസുമാണ് അതിലുള്ള രണ്ട് സ്ട്രെസ്സസ്. ക്ലിയർ? പി ബ്രാക്കറ്റിൽ 2 കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. ഗ്രാഫ് നമുക്ക് അതിന് കോർഡിനേറ്റ്സ് കിട്ടും. ആ കോർഡിനേറ്റ്സ് ആയിരിക്കും എന്ത്? പിയിലുള്ള എക്സ് ആക്സിസിൽ കിട്ടുന്ന കോർഡിനേറ്റ് ആയിരിക്കും പി എന്ന പ്ലെയിനിലുള്ള നോർമൽ സ്ട്രെസ്. ദെൻ വൈ ആക്സിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന പോയിന്റ് ആയിരിക്കും ഈ പി എന്ന പ്ലെയിനിലുള്ള പി എന്ന പോയിന്റിലുള്ള ഷിയർ സ്ട്രെസ്. ക്ലിയർ ആയല്ലോ? സോ അങ്ങനെ ഒരു ലെങ്തി ഇക്വേഷൻ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ഗ്രാഫിക്കലി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സോ അത്രയും ഈസിയാണ് മോർ സർക്കിളിൻ്റെ ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് σ1 σ3 നോൺ ആയിരിക്കണം. സർക്കിൾ വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഏത് പ്ലെയിൻ ആണോ ആ പ്ലെയിനിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനെ ഡബിൾ ചെയ്തിട്ട് സെൻട്രലിൽ നിന്നും ലൈൻ വരക്കുന്നു. ആ ലൈൻ തട്ടുന്ന പോയിന്റ് സെലക്ട് ചെയ്യുക. ഗ്രാഫിൽ നിന്നും അതിന് കറസ്പോണ്ടിങ് എക്സ് ആക്സിസ് പോയിന്റും വൈ ആക്സിസ് പോയിന്റും കണ്ടുപിടിക്കുക. അതായിരിക്കും അവിടുത്തെ സ്ട്രെസ്സും സ്ട്രെയിനും. സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതേ പോയിന്റിന് നമ്മൾ എന്ത് ചെയ്യാം? സർക്കിളിൻ്റെ മറ്റേ അറ്റത്തേക്ക് വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, സോറി, അതിന് മുമ്പ് നമ്മുടെ എക്സ് ആക്സിസ്, അതായത് നമ്മൾ നോർമൽ സ്ട്രെസ്സിൻ്റെ ആ ഒരു ആക്സിസ്, അതായത് നോർമൽ സ്ട്രെസ് വരുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ σ1 വരുന്ന ആക്സിസ് ഏതാണ്? അതാണ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ. അതായത് ഈ ഒരു സ്ട്രെസ്ഡ് കണ്ടീഷനിലുള്ള സോയിലിൻ്റെ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസ് ആയിരിക്കും. എക്സ് ആക്സിസ് തന്നെയാണ് അതിൻ്റെ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ എവിടെയായിരിക്കും? ഒരിക്കലും വൈ ആക്സിസ് എന്ന് പറയരുത്. വൈ ആക്സിസ് എന്താണ്? ഷിയർ സ്ട്രെസ് ആണ് കാണിക്കുന്നത്. മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ വരുന്നത് σ3 പോകുന്ന പ്ലെയിൻ ആയിരിക്കും. അതെന്താണ്? വൈ ആക്സിസിന് പാരലൽ തന്നെ ആയിരിക്കും. നമ്മൾ മേജർ പ്രിൻസിപ്പൽ പ്ലെയിനിൽ നിന്നും 90 ഡിഗ്രീസിലായിരിക്കും മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ അല്ലെ. σ3 കടന്നു പോകുന്ന ലൈൻ ആയിരിക്കും. അതാണ് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 90 ഡിഗ്രി മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും 2 പ്രിൻസിപ്പൽ പ്ലെയിൻസും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതാണ് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പി എന്ന പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ മൈനർ പ്രിൻസിപ്പൽ പ്ലെയിനിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ തീറ്റ ആംഗിളിനെ കിട്ടും കേട്ടോ. അതായത് ഇത് സർക്കിളിൻ്റെ പ്രത്യേകതയാണ്. സെൻട്രലിൽ നിന്നും വരക്കുന്ന ലൈന് സെയിം പോയിന്റിനെ എന്ത് ചെയ്യാം? അതിൻ്റെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഡയമീറ്ററിൻ്റെ എഡ്ജിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തീറ്റ ആയിരിക്കും. 2 തീറ്റ റിലേഷൻഷിപ്പ്. ഇതെല്ലാം സർക്കിളിൻ്റെ പ്രത്യേകതകളാണ്. മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് തീറ്റ ആംഗിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ പി എന്ന പോയിന്റ് നമുക്ക് ഇനി ഒറിജിനിലോട്ടേക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. ഒറിജിനിലേക്ക് നമ്മളിതിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒറിജിനിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നതാണ് ബീറ്റ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മോർ സർക്കിളിൽ നമുക്ക് നോക്കാനുള്ളത്. ബീറ്റ ആംഗിൾ ഉണ്ട്,
തീറ്റ ആംഗിൾസ് ഉണ്ട്. ദെൻ എന്താണ് പി എന്ന പോയിന്റിൽ സിഗ്മയും ടോയും വരുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ സിമ്പിൾ ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞ മോർ സർക്കിളിൻ്റെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഈ ഒരു സർക്കിൾ ഇങ്ങനെ ആയിരിക്കില്ല എല്ലാ കേസസിലും വരാം. ഓക്കെ, ചിലത് ഒറിജിനെ ടച്ച് ചെയ്തിട്ട്, അതായത് ഒറിജിനിൽ ടച്ച് ചെയ്തിട്ട് വരാം. ചിലപ്പം ഒറിജിൻ ആയിരിക്കും സെൻറ്റർ, ആ രീതിയിൽ നെഗറ്റീവ് സൈഡിലേക്ക് ഒരു ഹാഫ് പോർഷനും പോസിറ്റീവ് എക്സ് ആക്സിസിലേക്ക് ഒരു ഹാഫ് പോർഷനും വരുന്ന രീതിയിൽ മോർ സർക്കിൾ വരാം. ഓക്കെ, പല രീതിയിലും വരാം. അതെല്ലാം എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മളുടെ സോയിൽ എടുത്തിട്ടുള്ള സോയിലിൻ്റെ സ്ട്രെസ് കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മോർ സർക്കിളിനെ കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിലെയും ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാണ്. ഓക്കെ, അതിൻ്റെ രണ്ട്, അതായത് ഒരു സർക്കിൾ എടുത്താൽ സർക്കിളിൻ്റെ രണ്ട് അറ്റം, എക്സ് ആക്സിസിലുള്ള രണ്ട് അറ്റത്തുള്ള രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്ന് സിഗ്മ 1 ആയിരിക്കും, ഒന്ന് സിഗ്മ 3 ആയിരിക്കും. അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം സെൻറ്റർ എന്തായിരിക്കും? അതിൻ്റെ മോർ സെൻറ്റർ ആയിരിക്കും ആ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിനൊക്കെ ഓരോരോ റിലേഷൻസ്, അതായത് ഗ്രാഫിക്കലി ആയതുകൊണ്ട് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ കുറച്ച് ചെറിയൊരു ഷോർട്ട് കട്ട്സുകളും ഉണ്ട്. അതും കൂടി പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോർ സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ സോയിലിൻ്റെ കംപ്ലീറ്റ് സ്ട്രെസ് കണ്ടീഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ബീറ്റ ആംഗിളിലേക്ക് നോക്കുക. ഈ ഒരു ബീറ്റ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഫെയിലിയർ കണ്ടീഷൻ വരുമ്പോൾ ഈ ബീറ്റ ആംഗിൾ എന്നുള്ളത് ഈക്വൽ ടു 5 ആവും. 5 എന്തായിരുന്നു? ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. ഓക്കെ, അപ്പം അത് നെക്സ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു തരാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബീറ്റ എന്നുള്ള ആംഗിൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന പോയിന്റ്, പ്ലെയിനിൻ്റെ പോയിന്റിനെ ഒറിജിനുമായിട്ടുള്ള ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, അതാണ് ബീറ്റ എന്നുള്ളത്. ഓക്കെ, ഇനി മോർ സർക്കിളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ഇങ്ങനെയും കാണിച്ചാൽ മതി കേട്ടോ. കാരണം ഫുൾ സർക്കിൾ കാണിക്കണം എന്നില്ല, അത് അതിൻ്റെ നേരെ സെയിം തന്നെ ആയിരിക്കും ബാക്കിയുള്ള ഹാഫ്. സോ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു മുകളിലത്തെ ഹാഫ് പോർഷനെ കാണിച്ചിട്ടുള്ളൂ. മിക്കവാറും ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും, ഹാഫ് പോർഷൻ കാരണമേ ഉള്ളൂ. ഇത്രയും മതി നമുക്ക് എല്ലാ വാല്യൂസും കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഹാഫ് സർക്കിളായിട്ട് തന്നെ കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ജസ്റ്റ് ചില വാല്യൂസ് എല്ലാം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓ, അതായത് ഒറിജിൻ തൊട്ട് എ, അതായത് ഞാൻ രണ്ട് പോയിന്റ് സിഗ്മ 1 സിഗ്മ 2 എന്നുള്ള പോയിന്റ് ഞാൻ ജസ്റ്റ് എ ബി എന്നുള്ള പോയിന്റ്സ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒ എ എന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മളുടെ സിഗ്മ 3 മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഒ എ എന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ദെൻ നമ്മളുടെ ഒ ബി എന്തായിരിക്കും? സിഗ്മ 1 ആയിരിക്കും അല്ലേ. അപ്പം ഒ തൊട്ട് ബി വരെയുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കുക. അതായിരിക്കും നമ്മളുടെ ഈ ഒരു സോയിലിൻ്റെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1. ഓക്കെ, ഇനി ഒ സി എന്തായിരിക്കും? ഒ സി ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ മാത്തമാറ്റിക്കലി നമുക്ക് ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ നോക്കി വെക്കുക. സിഗ്മ 1 + സിഗ്മ 3/2, അതായത് ഒ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഒ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സിഗ്മ 1 + സിഗ്മ 3/2. ഓക്കെ, അതായത് എ സി ഡിസ്റ്റൻസ് അല്ല, എ സി അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. എ സി എന്നുള്ളത് അതിൻ്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, ബട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള സിഗ്മ 1 + സിഗ്മ 3/2 എന്ന് പറയുന്നത് ഒറിജിൻ തൊട്ട് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് സിഗ്മ 1 + സിഗ്മ 3/2. ഓക്കെ, പിന്നെ നമ്മൾ എടുത്ത പോയിന്റ് പി എന്ന പോയിന്റ് അല്ലേ, പി പോയിന്റിൽ നിന്നുള്ള എക്സ് ആക്സിസ് വാല്യൂ എന്തായിരിക്കും, വൈ ആക്സിസിലെ വാല്യൂ എന്തായിരിക്കും? ഈ ഒരു വാല്യൂ കാണിച്ചത് ടോ ആയിരിക്കും, അതിൻ്റെ ഷിയർ സ്ട്രെസ് ആയിരിക്കും. ദെൻ എക്സ് ആക്സിസിലുള്ള അതിൻ്റെ ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് കാണാം? നോർമൽ സ്ട്രെസ്. ഓക്കെ, അപ്പം ഇതിങ്ങനെ ഗ്രാഫിക്കിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പം സെൻറ്ററിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും എ വരെയുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വാല്യൂസ് ഗ്രാഫിക്കലി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ വാല്യൂസും ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി മോർ സർക്കിളിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈച്ച് പോയിന്റ് ഓൺ ദ സർക്കിൾ ഗീവ്സ് ദ സ്ട്രെസ് സിഗ്മ ആൻഡ് ടോ ഓൺ എ പെർട്ടിക്കുലർ പ്ലെയിൻ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സർക്കിളിൻ്റെ ഏത് പോയിന്റ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലെയിനിലുള്ള സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്സിനെ കാണിക്കുന്നതായിരിക്കും അല്ലേ. മറ്റൊരു പോയിന്റ് നോക്കൂ, മാക്സിമം ഷിയർ സ്ട്രെസ് ടോ മാക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ 1 - സിഗ്മ 3/2. അതായത് ഈ ഫിഗറിലേക്ക് നോക്കുക, ഇവിടെ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം ഷിയർ സ്ട്രെസ് ടോ മാക്സ് അത് എത്രയായിരിക്കും? നമ്മളെപ്പോഴും ഷിയർ സ്ട്രെസ് നമ്മളുടെ ഇമ്പോർട്ടൻസ് അല്ലേ, നമ്മൾ ഈ മൊഡ്യൂളിൽ കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നത് ഷിയർ സ്ട്രെങ്ത്തിനെ പറ്റിയാണ്. സോ മാക്സിമം ഷിയർ സ്ട്രെസ് എത്രയായിരിക്കും? ഈ ഒരു ഫിഗറിൽ നിന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വൈ ആക്സിസിലാണ് ടോ വരുന്നത്. അപ്പോൾ വൈ ആക്സിസിലെ ടോ മാക്സിമം വരുന്നത് എവിടെയായിരിക്കും? സെൻട്രിൽ നിന്നും കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈന് വരയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കുമല്ലോ മാക്സിമം അല്ലേ. സോ നോക്കൂ, അതൊരു ഫിഗറിലേക്ക് നോക്കാം.
ഇവിടെ ആയിരിക്കും ടോ മാക്സിമം കിട്ടുക അല്ലേ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴും റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴും ടോ റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം പറഞ്ഞിട്ടുള്ള പോയിന്റ് നോക്കൂ, ടോ മാക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് σ1 - σ3/2 ആയിരിക്കും എന്നും മാത്രമല്ല അത് ഏത് പ്ലെയിനിലാണ് ഒക്വർ ചെയ്യുന്നത് എന്ന് പറയുന്നത് നോക്കൂ. 45 ഡിഗ്രി ടു പ്രിൻസിപ്പൽ പ്ലെയിൻ. പ്രിൻസിപ്പൽ പ്ലെയിനിനോട് 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ കിടക്കുന്ന പ്ലെയിനിലായിരിക്കും ടോ മാക്സിമം കിട്ടുക എന്നാണ് പറയുന്നത്. നമുക്കത് ഫിഗറിൽ നിന്ന് ഈസിലി നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. കാരണം നോക്കൂ, ടോ മാക്സ് എന്ന് പറയുന്നത് ഇപ്പം സി എന്ന പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം 45 ഡിഗ്രി പ്രിൻസിപ്പൽ പ്ലെയിനോട് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ മോർ സർക്കിളിൽ എങ്ങനെ കാണിക്കുക, അതിന് ഡബിൾ ചെയ്യണം. സോ 2 × 45 = 90 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫിഗറിലേക്ക് നോക്കുക, നമ്മൾ വരച്ചിട്ടുള്ള ലൈന് നോക്കൂ, അത് കറക്റ്റ് 90 ഡിഗ്രീസിലാണ് അല്ലേ ടോ മാക്സ് കിടക്കുന്ന പ്ലെയിന്. സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു പറഞ്ഞൊരു സെൻറ്റൻസ് നമുക്ക് ഈ ഫിഗറിൽ ഈസിലി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എന്താണ്, σ1 - σ3/2 ആണ്. അത് അതിൻ്റെ റേഡിയസ് വാല്യൂ, അതായത് സിൻ്റെ ആ ഒരു സി തൊട്ട് ബി വരെ അല്ലെങ്കിൽ എ തൊട്ട് സി വരെയുള്ള റേഡിയസ്. ഒരു സർക്കിളിൻ്റെ റേഡിയസ് എല്ലാ രീതിയിൽ നോക്കുകയാണെങ്കിലും അല്ലെ, സിയിൽ നിന്നും ഏത് പോയിന്റിലേക്ക് എടുത്ത് സർക്കിളിൻ്റെ റേഡിയസ് നോക്കുകയാണെങ്കിലും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആയാലും ടോ മാക്സിമം ആയാലും എന്താണ്, σ1 - σ3/2 ആയിരിക്കും അല്ലേ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഷിയർ സ്ട്രെസ്സിൻ്റെ പാരാമീറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് മോർ സർക്കിളിൻ്റെ റേഡിയസ് എന്താണെന്ന് ചോദിച്ചാലും ടോ മാക്സിമത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചാലും എന്താണ്, σ1 - σ3/2 ആണ്. അത് എത്രയാണ്, പ്രിൻസിപ്പൽ പ്ലെയിനോട് 45 ഡിഗ്രീസ് ഇൻക്ലിനേഷനിൽ കിടക്കുന്ന പ്ലെയിനിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. 45 ഡിഗ്രി പ്രിൻസിപ്പൽ പ്ലെയിനോട് ഇൻക്ലിനേഷൻ കിടക്കുന്ന പ്ലെയിനിനെ നമ്മൾ മോർ സർക്കിളിലേക്ക് കാണിക്കുമ്പോൾ എങ്ങനെ വരും, ഡബിൾ ചെയ്തിട്ടുള്ള രീതിയിലാണ് ലൈന് വരക്കേണ്ടത്. 2 × 45 = 90 ഡിഗ്രീസ്. സോ ഇങ്ങനെ കിട്ടും. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇതുപോലത്തെ കുറച്ചധികം ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ജസ്റ്റ് നോക്കുക. ജസ്റ്റ് ഞാൻ ഇതിലൊരു കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ദെൻ മോർ കുലോംബ് തിയറി. ഇനിയാണ് മോർ കുലോംബ് തിയറിയിലേക്ക് പോകുന്നത്. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് തന്നെയാണ്. അന്ന് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിയർ സ്ട്രെസ്സിന് അല്ലേ, കുലോംബ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ അതന്നെയാണ് മോർ കുലോംബ് തിയറിയിൽ പറയുന്നത്. നോക്കൂ, ഫെയിലിയർ ഒക്കർ ബൈ ദ ക്രിട്ടിക്കൽ കോമ്പിനേഷൻ ഓഫ് നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് അല്ലേ. അതായത് നമുക്കറിയാം മോർ സർക്കിളിൻ്റെ ഓരോ പോയിന്റും ഓരോ പ്ലെയിനിലുള്ള നോർമൽ സ്ട്രെസ്സിൻ്റെയും ഷിയർ സ്ട്രെസ്സിൻ്റെയും കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, പറയുന്നത് മോർ കുലോംബ് തിയറി പറയുന്നത് സോയിലിൽ ഫെയിലിയർ ഒക്കർ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ക്രിട്ടിക്കൽ കോമ്പിനേഷൻ ഓഫ് നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. അതായത് ഇങ്ങനെയുള്ള ഏതൊരു പർട്ടിക്കുലർ പോയിന്റിലുള്ള നോർമൽ സ്ട്രെസ്സിൻ്റെയും ഷിയർ സ്ട്രെസ്സിൻ്റെയും ക്രിട്ടിക്കൽ കോമ്പിനേഷൻ വരുമ്പോഴാണ് ഫെയിലിയർ ഒക്കർ ചെയ്യുന്നത്. അതായത് ഒരിക്കലും മാക്സിമം ടോ മാക്സ് എത്തണമെന്നില്ല ഫെയിലിയർ ഒക്കർ ചെയ്യുന്നത്. അതായത് ഗ്രാഫ് നോക്കുക, ഹാഫ് സർക്കിൾ വരച്ച സമയത്ത് നമുക്കറിയാം അതിൻ്റെ മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്നത് അല്ലെങ്കിൽ റേഡിയസ് സിയിലൂടെ 90 ഡിഗ്രീസിൽ വരുന്ന ആ പോയിന്റിലാണ് നമ്മൾ ടോ മാക്സ് എന്ന് പറയുന്നത്. ഒരിക്കലും ടോ മാക്സ് എത്തണം എന്നില്ല സോയിൽ ഫെയിലിയർ ആവാൻ അല്ലേ. അതാ പറഞ്ഞിട്ടുള്ളത്, ഷിയർ സ്ട്രെങ്ത് മീൻസ് ഷിയർ സ്ട്രെസ് മാക്സിമം വരുന്ന പോയിന്റ് എത്തണം എന്നില്ല ഫെയിലിയർ സംഭവിക്കാൻ. അതിന് മുമ്പേയും ഫെയിലിയർ സംഭവിക്കാം. അതായത് നോർമൽ സ്ട്രെസ്സിൻ്റെയും ഷിയർ സ്ട്രെസ്സിൻ്റെയും ഒരു ക്രിട്ടിക്കൽ കോമ്പിനേഷൻ വരുന്ന സമയത്തെ ഫെയിലിയർ ഒക്കർ ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെ മാക്സിമം വാല്യൂവിൻ്റെ തൊട്ട് മുമ്പേ നമ്മളുടെ സോയിലിൻ്റെ ഫെയിലിയർ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഫെയിലിയറിൻ്റെ സമയത്ത് മാക്സിമം ഷിയർ സ്ട്രെസ്സിലേക്ക് എത്തണം എന്നില്ല. ഓക്കെ, സോ അതായത് നോക്കൂ, ടോ എഫ് വാസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് സിഗ്മ. ഇതാണ് നമ്മളുടെ മോർ കുലോംബ് പറയുന്നത്. ഒരു ക്രിട്ടിക്കൽ കോമ്പിനേഷൻ ഓഫ് നോർമൽ സ്ട്രെസ്സിൻ്റെയും ഷിയർ സ്ട്രെസ്സിൻ്റെയും ഒരു ക്രിട്ടിക്കൽ കോമ്പിനേഷൻ. അതായത് ടോ എഫ് എന്ന് പറയുന്നത് ഫെയിലിയർ സമയത്തുള്ള ഷിയർ സ്ട്രെസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടോ എഫ് ഇസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് സിഗ്മ. ഓക്കെ, നോർമൽ സ്ട്രെസ്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി സ്ട്രെസ്സസ് ഇൻ ദ പൊട്ടൻഷ്യൽ ഫെയിലിയർ പ്ലെയിൻ. അതായത് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്താൽ അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഫെയിലിയർ ഒരു പർട്ടിക്കുലർ പ്ലെയിനിലെ സ്ട്രെസ് കോമ്പിനേഷൻ എത്തുമ്പോഴാണ് ഫെയിലിയർ സംഭവിക്കുന്നത്. അവിടെയുള്ള സ്ട്രെസ്സസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് ഫെയിലിയർ പ്ലെയിൻ അല്ലെങ്കിൽ ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുന്നത് നോക്കൂ, പ്ലെയിൻ കണക്റ്റിംഗ് ഓൾ ദ ക്രിട്ടിക്കൽ കോമ്പിനേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് ആൻഡ് നോർമൽ സ്ട്രെസ് അറ്റ് ഫെയിലിയർ. ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫെയിലിയർ സംഭവിക്കുന്നത് എപ്പോഴാണ്, ഒരു ക്രിട്ടിക്കൽ കോമ്പിനേഷൻ ഓഫ് നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് സംഭവിക്കുമ്പോഴാണ് ഫെയിലിയർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു നോർമൽ സ്ട്രെസ്സിൻ്റെയും ഈ ഒരു ക്രിട്ടിക്കൽ കോമ്പിനേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് ആൻഡ് നോർമൽ സ്ട്രെസ് ഉണ്ടല്ലോ ഈ ഫെയിലിയർ സമയത്ത്, ആ പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന പ്ലെയിനിനെയാണ് ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാടുണ്ടാവും. ജസ്റ്റ് ഒരു എൻവലപ്പായിട്ട് ഒരു ലൈനായിട്ട് തന്നെ പോവും. ആ ലൈനിൽ എവിടെ ടച്ച് ചെയ്ത് സർക്കിൾ എവിടെ ടച്ച് ചെയ്താലും ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ എൻവലപ്പിൽ
എവിടെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് സർക്കിൾ വരച്ചാലും നമുക്ക് എന്താ പറയാം ആ പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ സോയിൽ ഫെയിൽ ആവുമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോക്കൂ. ടോ എഫ് ഇസ് ഈക്വൽ ടു അവർ തന്നെ കൊണ്ടുവന്ന തിയറി പ്രകാരമുള്ള ഇക്വേഷനാണ് ടോ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് സിഗ്മ ഇസ് ഈക്വൽ ടു സിഗ്മ സി പ്ലസ് സിഗ്മ ടാൻ ഫൈ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ തന്നെയാണ്, മോർ കുളം തിയറിയിലാണ് പറയുന്നത്. സി പ്ലസ് സിഗ്മ ടാൻ ഫൈ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഈ രീതിയിലാണ് ഫെയിലർ പ്ലെയിൻ അല്ലെങ്കിൽ ഫെയിലർ എൻവലപ്പ് വരയ്ക്കുന്നത്. നോക്കൂ, നോർമൽ സ്ട്രെസ് ഇൻ ദ എക്സ് ആക്സിസ്, ഷിയർ സ്ട്രെസ് ഇൻ ദ വൈ ആക്സിസ്. എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് സി ഉണ്ടാവും അല്ലേ. C5 സോയിലിൻ്റെ കേസാണ് പറയുന്നത്. സി സോയിലും 5 സോയിലും ആകുമ്പോൾ നമുക്ക് ഗ്രാഫ് ചേഞ്ച് വരും. ജനറലിലുള്ള കാര്യം ഫസ്റ്റ് പറയാം. സി എന്നുള്ളത് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തണം, അത് വൈ ആക്സിസിലുള്ള ഇൻ്റർസെപ്റ്റ് ആയിട്ട് വരും. സി എന്ന പോയിന്റിൽ നിന്നും ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ വരച്ചിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യണം, ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനെ ജസ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസിൽ കാണിച്ചിട്ട് നമുക്കൊരു ലൈൻ കിട്ടുമല്ലോ, അതാണ് ഫെയിലർ പ്ലെയിൻ ഓർ ഫെയിലർ എൻവലപ്പ്. ക്ലിയർ ആയല്ലോ. ഇനി ഈ ഒരു ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ മോർ സർക്കിൾ വരികയാണ് എങ്കിൽ അതിനർത്ഥം ആ സോയിൽ അവിടെ ഫെയിൽ ആയിട്ടുണ്ടാവും എന്നാണ്. ക്ലിയർ ആണല്ലോ. ആ രീതിയിലാണ് നമ്മൾ ഫെയിലർ പ്ലെയിൻ കാണിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെ ഫെയിലർ പ്ലെയിൻ വരയ്ക്കാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടോ ഇൻ ദ വൈ ആക്സിസ്, സിഗ്മ ഇൻ ദ എക്സ് ആക്സിസ് കാണിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് സി കാണിക്കണം. സി ഇൻ്റർസെപ്റ്റ് എത്രയെന്ന് നോക്കുക. C5 സോയാണെങ്കിൽ സി ജസ്റ്റ് വൈ ആക്സിസിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നു. അവിടെ നിന്നും ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് അവിടെ നിന്നും ഒരു 5 ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിലുള്ള ലൈൻ വരയ്ക്കാം. ഇതാണ് നമ്മളുടെ ഫെയിലർ എൻവലപ്പ് അല്ലെങ്കിൽ ഫെയിലർ പ്ലെയിൻ എന്ന് പറയുന്നത്. ആ ഫെയിലർ എൻവലപ്പിൻ്റെ ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു സി പ്ലസ് സിഗ്മ ടാൻ ഫൈ ആയിരിക്കും. ഓക്കെ, സിഗ്മ ടാൻ ഫൈ. അപ്പം ഫെയിലറിൻ്റെ ടൈമിലുള്ള ടോയും സിഗ്മയുമായിട്ടും ഇതിലുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമ്മുടെ ഫെയിലർ എൻവലപ്പ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മോർ സർക്കിൾ വരച്ചിട്ട് മോർ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഫെയിലർ എൻവലപ്പ് ഇങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടച്ചിങ് പോയിന്റ് ഉണ്ടല്ലോ, അതാണ് അവിടുത്തെ ഫെയിലർ ഒക്കർ ചെയ്യുന്ന ക്രിട്ടിക്കൽ കോമ്പിനേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് ആൻഡ് നോർമൽ സ്ട്രെസ് അല്ലേ. അപ്പം ഈ ലൈനിനെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ഷിയർ സ്ട്രെസ്സും കിട്ടും, നോർമൽ സ്ട്രെസ്സും കിട്ടും. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ഷിയർ സ്ട്രെസ്സിൻ്റെയും നോർമൽ സ്ട്രെസ്സിൻ്റെയും പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്രിട്ടിക്കൽ കോമ്പിനേഷനാണ് ഫെയിലർ ഒക്കർ ചെയ്യാൻ. അപ്പോൾ അതിൽ നോക്ക്, നിങ്ങൾക്ക് ടോ മാക്സിനെ ടച്ച് ചെയ്യുന്നില്ല അല്ലേ. ടോ മാക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വരണം അല്ലേ. കറക്റ്റ് സർക്കിളിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് എത്തിയാലേ ടോ മാക്സ് ആയിട്ട് വരുള്ളൂ. പക്ഷേ ടോ മാക്സിൻ്റെ മുന്നേ തന്നെ ഫെയിലായിട്ടുണ്ട്. ഓക്കെ, ഇനി ഫെയിലർ എൻവലപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്യുവർ സാൻഡ്, അതായത് സി ഈക്വൽ ടു 0, സാൻഡിനെ സംബന്ധിച്ചിടത്തോളം സി 0 ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ 5 സോയിൽ എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ സി എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ് ഉണ്ടാവില്ല, സി എന്നുള്ള 0. സോ ഒറിജിനിൽ നിന്നും തന്നെ എന്ത് ചെയ്യണം, 5 ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എടുത്തിട്ട് ലൈൻ വരക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫെയിലർ എൻവലപ്പ് ഫോർ പ്യുവർ സാൻഡ് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ ടാൻ ഫൈ. എസ് എന്ന് പറയുന്നത് ടോനെ കാണിക്കുന്ന ലെറ്റർ തന്നെയാണ്. ഷിയർ സ്ട്രെങ്ത് എന്നുള്ള പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിലാണ് മെൻഷൻ ചെയ്യാറുള്ളത്. നമുക്ക് ടോ എന്ന് കാണിക്കാം, അല്ലെങ്കിൽ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ എസ് എന്നും കാണിക്കാം. ഇനി ഇതേപോലെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ സി 0 അല്ല 5 0 ആവുന്ന സോയിൽ, അതായത് പ്യുവർ ക്ലേയിൻ്റെ കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും നോക്കൂ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ക്ലേ സോയിൽ ആകുമ്പോൾ 5 0 ആയിരിക്കും അല്ലേ. 5 0 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ ഈ ഗ്രാഫിലേക്ക് നോക്കുക. 5 0 വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് ആയിരിക്കും അല്ലേ. പക്ഷെ അതിന് സി ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ ലൈൻ ആണെന്ന് മനസ്സിലാവും അല്ലേ. 5 = 0 വരുന്ന കേസ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. പക്ഷേ അത് എക്സ് ആക്സിസിലായിരിക്കും ആ ലൈൻ ഉണ്ടായിരിക്കുക അല്ല, കാരണം ക്ലേ ആണ്, ഡെഫിനറ്റ്ലി സി വാല്യൂ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്തായിരിക്കും, വൈ ആക്സിസിൽ സി എന്നുള്ള പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ പോരെ, അതായിരിക്കുമല്ലോ പ്യുവർ ക്ലേ. അപ്പോൾ എന്ത് മനസ്സിലാക്കുക, ഫെയിലർ എൻവലപ്പ് ഫോർ പ്യുവർ സാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഫെയിലർ എൻവലപ്പ് ഫോർ പ്യുവർ ക്ലേ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. മേ ബി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലത്തെ മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ ചോദിക്കാവുന്ന ചാൻസുള്ള ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. 2 രീതിയിലുള്ള ഫെയിലർ എൻവലപ്സുകൾ വരും. മിക്കവാറും ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ പോസിബിൾ അല്ല. ഏതായാലും ഏതൊരു സോയിൽ എടുത്താലും കുറച്ച് സി വാല്യൂ ഉണ്ടാകും, കുറച്ച് 5 വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വാല്യൂ പോലെ ആയിരിക്കും അല്ലേ. വൈ ആക്സിൽ സി എന്നുള്ള പോയിന്റ് എടുത്തിട്ട് 5 ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിൽ വരക്കുന്ന ലൈൻസ് ആണ് പൊതുവെ നമുക്ക് കിട്ടാറുള്ളത്. ഓക്കെ, മോർ സർക്കിളുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. മോർ എന്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഫിഗർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.